Hey hello, it's me Hanna. Welcome back to my channel. എന്തൊക്കെയുണ്ട് വിശേഷം? ഈ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് ഭംഗിയുള്ള പരിപാടിയാണ് വാൾ മേക്ക് ഓവർ. ബട്ട് ഈ മേക്ക് ഓവർ ആകുമ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ കയ്യിൽ വേണ്ടേ, അറ്റ്ലീസ്റ്റ് വാൾ പോസ്റ്റേഴ്സ് എങ്കിലും വേണ്ടേ. എന്നാൽ ഇന്ന് നമുക്ക് അത് തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി ചുമര് എം ടി ആണ്, കാണാൻ ഭംഗിയില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും ഇരിക്കേണ്ട, വേഗം കുറച്ച് കളറും പേപ്പർ എടുത്ത് ഇങ്ങോട്ട് വരും. പേപ്പർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കട്ടിയുള്ള പേപ്പർ വേണം. കാരണം ഞാനിവിടെ വാട്ടർ കളർ, നോർമൽ വാട്ടർ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാട്ടർ വരുമ്പോൾ പേപ്പറിൻ്റെ കട്ടി കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയാൽ നല്ലത്. കുറച്ച് കളർഫുൾ ആയിട്ട് കോഡ്സും പിക്ചേഴ്സും ഒക്കെ വരുന്ന രീതിയിലാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് വേണ്ടത് പറഞ്ഞു പേപ്പറും കളറും ആണ്. അപ്പോൾ പേപ്പർ നിങ്ങൾക്ക് വേണ്ട സൈസിൽ കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ഇവിടെ എടുത്തിട്ടില്ല. ജസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കട്ടിയുള്ള പേപ്പറായിരുന്നു. ആ പേപ്പർ നാലാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിലൊരു പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വാൾ പേപ്പറാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ ഇതുപോലെ യെല്ലോ കളർ വന്നിട്ട് ഫുള്ളാക്കിയിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പോഴല്ല കേട്ടോ. ഇപ്പോഴല്ല എന്ന് പറയാൻ റീസൺ വേറെ ഒന്നുമല്ല, സക്സസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഈ ഗീവ് അവേ ഒക്കെ ചെയ്യാറ്. അപ്പോൾ ഞാൻ ആ സക്സസ്സിലോട്ട് എത്തിയിട്ടില്ല. ബട്ട് ഇൻഷാല്ലാ എന്നാണോ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് അന്ന് നമ്മൾ ഗീവ് അവേ ചെയ്തിരിക്കും. 1K ആവുമ്പോഴല്ലേ അതിനുള്ള കാര്യങ്ങളൊക്കെ എന്താ ഇപ്പോൾ തന്നെ പറയുന്നതെന്നാണോ ആലോചിക്കുന്നത്? വെയിറ്റ്, കാര്യമുണ്ട്. ആരും എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗീവ് അവേ റൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വീഡിയോ വെച്ചിട്ടാണ്. മനസ്സിലായില്ല അല്ലേ? വിശദമായിട്ട് പറഞ്ഞു തരാം. അതായത് ഗീവ് അവേ നമ്മൾ നടത്തുന്നത് എന്നാണോ 1000 സബ്സ്ക്രൈബേഴ്സ് 1K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് അന്നായിരിക്കും. പക്ഷേ എങ്ങനെയാണ് ഈ ആളെ സെലക്ട് ചെയ്യുന്നതെന്ന് അറിയണ്ടേ? റൂൾ നമ്പർ 1 തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബറാണ്. പക്ഷേ നിങ്ങൾ ഗീവ് അവേ ഉദ്ദേശിച്ച് മാത്രം സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ആൻഡ് സെക്കൻഡ് വൺ, ഈ ഒരു വീഡിയോ തൊട്ടിട്ട് എന്നാണോ 1K സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആവുന്നത് അതുവരെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് കമൻ്റ് ഇടുന്ന ആളിൽ നിന്നുമാണ് ഞാൻ ഈ വിന്നറിനെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻസ് ഇടുക. എത്രത്തോളം നിങ്ങൾ കമൻസ് ഇടുന്ന അത്രത്തോളം വിന്നർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നും ഞാൻ ഈ കമൻസൊക്കെ എഴുതി വെച്ചിട്ട് 1K ആവുന്നന്ന് നറുക്കെടുത്തിട്ട് വിന്നറിനെ സെലക്ട് ചെയ്യാനാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത്. ഇതൊരു ഇൻസ്പയർഡ് ഐഡിയ ആണ് കേട്ടോ. ഒരു മലയാളം ആർട്ട് ചാനലിൽ തന്നെ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വോയിസ് ചെയ്യുമ്പോൾ എനിക്ക് ചാനലിൻ്റെ നെയിം ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗീവ് അവേനെ പറ്റി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഗീവ് അവേൻ്റെ കാര്യം പറഞ്ഞ് നമ്മളിവിടെ സെക്കൻഡ് വാൾ പോസ്റ്റർ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഫസ്റ്റ് വാൾ പോസ്റ്റർ ചെയ്ത് കഴിഞ്ഞതല്ല, യെല്ലോ കളർ അടിച്ചിട്ട് ഞാൻ അവിടെ ഉണങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. ആൻഡ് സെക്കൻഡ് വൺ നമ്മൾ ജസ്റ്റ് ഒരു കോട്ട് എഴുതിയിട്ടുണ്ട്, ഫൈൻഡ് ദി ഗുഡ് ഇൻ ഈച്ച് ഡേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സെൻറ്ററിൽ ഇതുപോലെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് അടിച്ച് മാറ്റി വെച്ചില്ലേ, അതിൽ നമുക്കൊരു കോട്ട് കൂടെ എഴുതിയെടുക്കാം. ഞാനിപ്പോൾ ഈ 2 വാൾ പോസ്റ്റേഴ്സ് ചെയ്തപ്പോഴും നോർമൽ വാട്ടർ കളറാണ് കേട്ടോ യൂസ് ചെയ്തത്. അതിന് പകരം നിങ്ങൾക്ക് അക്രിലിക് പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാം. അതുപോലെ സ്കെച്ചോ ക്രയോൺസോ പിന്നെ പെൻസിൽ കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് സ്മൈൽ സോൺ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് എഴുതാണ്. പിന്നെ താഴത്തൊരു ഇമോജി എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ടില്ല, ഒരു കണ്ണും ജസ്റ്റ് ഒരു ലിപ്പ് മാത്രം വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വാൾ പോസ്റ്റേഴ്സ്. നമ്മൾ ഫസ്റ്റ് ചെയ്തതും സിമ്പിളാണ്, അതുപോലെ ഇതും സിമ്പിളാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ കോട്ടും വരച്ചതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ബോർഡറൊക്കെ വരുമ്പോഴല്ലേ വാൾ പോസ്റ്റേഴ്സിന് ഒരു ഭംഗി വിടുന്നത്. അപ്പോൾ നമുക്ക് കളേഴ്സ് വെച്ചിട്ട് ബോർഡർ കൊടുക്കാം. ഞാനിവിടെ ഈസി ആയിട്ട് ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഡോട്ടഡ് ലൈൻസ് കൊടുക്കുകയാണ് കേട്ടോ. 4 സൈഡിലും ഡോട്ടഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോർഡർ ലുക്ക് വരുമ്പോൾ ഒന്നും കൂടെ ഭംഗിയാവുമെന്ന് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ആദ്യം ചെയ്ത് വെച്ചില്ല, നമ്മൾ ഫസ്റ്റ് വാൾ പോസ്റ്റർ ചെയ്തില്ലേ, അതിനും ഇതുപോലെ ഒന്ന് ഡോട്ടഡ് ലൈൻ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇതുപോലത്തെ ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഏകദേശം ഇതുപോലെ വരുന്ന കുറച്ച് വാൾ പോസ്റ്റേഴ്സ് കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണിക്കുന്നത്. ഇതൊരു വിൻറ്റേജ് തീമിൽ ചെയ്തതാണ്. പിന്നെ ഒരു പിങ്ക് കളറിൽ ഇങ്ങനെ ഒരു കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതും ഒരു യെല്ലോ അടിച്ചിട്ട് ജസ്റ്റ് ഒരു മാർക്കർ വെച്ചിട്ട് എഴുതിയതാണ്. തേർഡ് വാൾ പോസ്റ്റർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൈസ് മാറ്റിയിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ലെങ്ത് ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പേപ്പർ. അപ്പോൾ പ്രത്യേകിച്ച് വല്ല പ്ലാനൊന്നും ഇല്ലാണ്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ബോഹോ ആർട്ട് പോലെയൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഈ ഒരു പേപ്പറിൽ ജസ്റ്റ് ഒരു മിക്സ്ഡ് കളർ കോംബോ ആണ് കൊടുക്കുന്നത്. ഒരു ലാവൻഡർ മീൻസ് അല്ല, വയലറ്റ് ആണ്. വയലറ്റിൽ വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്കൈ ബ്ലൂവും കൂടെ കൊടുക്കുന്നുണ്ട്. സ്കൈ ബ്ലൂ മുകളിലായിട്ടും വയലറ്റ് താഴെയായിട്ടും ജസ്റ്റ് ഒന്ന് മിക്സ്ഡ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എനിക്ക് പെൻസിലോ കളറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഈ മുകളിൽ ഇങ്ങനെ പേപ്പർ പോരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കിതിൽ വല്ലതും എഴുതാനോ വരയ്ക്കാനൊക്കെ കഴിയുള്ളൂ. സോ പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം ഞാൻ ഈ പേപ്പർ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഈ സൈസിൽ തന്നെ വേറൊരു ഇത് ചെയ്യണം കേട്ടോ.
ഇവിടെ ഞാൻ സ്കെച്ച് കളറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നുന്നത് പോലെയൊക്കെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 ഷെയ്ഡിലും കുറച്ച് ഡിസൈൻസ് വരച്ചിട്ട് പിന്നെ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ പെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഫ്ലവേഴ്സ് ഇങ്ങനെ വരയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്തായാലും കണ്ടു നോക്കൂ. അങ്ങനെ ദേ ഈ ഒരു വർക്ക് ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചില്ലേ ആ ഒരു പീസ് ഓഫ് പേപ്പർ എടുക്കുക. അതിലും ഞാൻ ഇതുപോലെ വല്ല ചെടികളൊക്കെ വരച്ചെടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത്. പക്ഷേ തോന്നി വേണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ മണ്ടാല ആർട്ട് ചെയ്താലോ. മണ്ടാല ആർട്ടിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പിൻട്രസ്റ്റിലൊക്കെ. അപ്പോൾ എൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ തികച്ചും മൈലാഞ്ചി ഇടില്ല നമ്മൾ അതേ ഡിസൈനാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മെഹന്തി ഒക്കെ ഇടുമ്പം വലിയ ഡിസൈൻസ് ഒന്നും അറിയാത്തതുകൊണ്ട് എപ്പോഴും ചെയ്യുന്ന ഒരു വർക്കാണ് ഈ പൂ ഇങ്ങനെ വരയ്ക്കുക. അതുപോലെ തന്നെ കുറച്ച് പൂക്കൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. പിന്നെ അതിൻ്റെ ചില സൈഡ്സിലൊക്കെ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ഈ പേപ്പറിൽ അവിടെ ഇവിടെ റാൻഡമായിട്ട് അങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ. നമ്മളിവിടെ 4 വാൾ പോസ്റ്റേഴ്സ് റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാത്തിനും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ഡോട്ടഡ് ലൈൻ ഔട്ടർ ലൈനർ കൊടുക്കുന്നുണ്ട്. ഈ 4 ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓർ ഫോർത്ത് ഇതിൽ ഏതാ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ആദ്യം ഉണ്ടാക്കി വെച്ചതിൽ ഏതെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോട്ടോ, പ്രശ്നമില്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഗിവൻ്റെ കാര്യം മറക്കണ്ട. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.